ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഈ ഒരു ഈസി ആൻഡ് അഫോർഡബിൾ നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഈ മേക്കപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടാലോ. ഏതൊരു ഫെസ്റ്റീവിനും കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് ടോണറും പിന്നെ സെറവും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാരണം ഇതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും ലിപ്സ് ഒന്നും ഡ്രൈ ആവാണ്ടിരിക്കാനാണ്. ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ്. ഇത് 3-in-1 പ്രൈമറാണ്, ഓയിൽ ഫ്രീ ആണ്, ലോങ് ലാസ്റ്റിങ്ങും ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് കേട്ടോ. കാരണം എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ളൊരു ലുക്ക് വരും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൈമർ എടുത്തത്. ഈ ഒരു പ്രൈമർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈമറായിട്ടും പ്രൊട്ടക്ഷനും പിന്നെ ഒരു മോയ്സ്ചറൈസറായിട്ടും ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെടുത്ത് അപ്ലൈ ചെയ്യുന്നു. നല്ല രീതിയിൽ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. കുറേ പ്രൊഡക്റ്റൊന്നും നമ്മൾ വാരി തേക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. നെക്സ്റ്റ് ഞാൻ കളർ കറക്ഷനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓറഞ്ച് കളർ എടുത്തിട്ടാണ് ഞാൻ ഫേസിലെ പിഗ്മെൻറ്റഡ് ഏരിയാസ്, ഡാർക്ക് സ്പോട്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാച്ചുറൽ ഫിനിഷ് മതി എനിക്ക്, അത് കാരണം ഞാൻ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. കുറച്ചൊക്കെ കണ്ടോട്ടെ, കുറച്ചൊക്കെ പാടും വരെയൊക്കെ കണ്ടോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചെടുത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഓറഞ്ച് കളർ കറക്റ്ററാണ്, അപ്പം അതെടുത്ത് നിൽക്കും. നമ്മൾ ഫൗണ്ടേഷൻ ആണെങ്കിലും മുകളിൽ എന്തിട്ടാലും പിന്നെ അത് കുറേ ഇട്ട് അത് സെറ്റാക്കണമെങ്കിൽ നല്ല കുറച്ചെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് സെറ്റാക്കിയിട്ട് മതി. അപ്പം അല്ലെങ്കിൽ കുറേ പ്രൊഡക്റ്റിൻ്റെ മുകളിലായിട്ട് വരും. കണ്ണിൻ്റെ താഴേക്ക് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ സെയിം പാലറ്റിൽ നിന്ന് തന്നെ എൻ്റെ ഷെയ്ഡിന് മാച്ചായിട്ടുള്ള 2 ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യണേ. എൻ്റെ കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അഫോർഡബിൾ റേഞ്ചിൽ എൻ്റെ ഒരു മാച്ചായിട്ട് എനിക്ക് അങ്ങനെ കണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് വേറെ ഫൗണ്ടേഷനൊന്നും ഞാൻ വേറെ അപ്ലൈ ചെയ്യണില്ല കേട്ടോ. ഈ ഒരു ഇതിനകത്ത് തന്നെയാണ് ഞാൻ ചെയ്യണേ. വേറെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പാലറ്റിൽ നിന്ന് തന്നെ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നു. കാരണം അതാണ് നല്ലത്, അഫോർഡബിൾ ആണല്ലോ. പിന്നെ അത് ഞാൻ ഇങ്ങനെ ഫിംഗർ വെച്ച് എടുത്ത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ബ്രഷ് വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബ്രഷ് വെച്ച് നല്ല രീതിയിൽ മുഖത്തോട്ട് ബ്ലെൻഡ് ആക്കണം. കാരണം പാച്ചി ആയിട്ട് നിൽക്കരുത്. നല്ല രീതിയിൽ മുഖത്തിങ്ങനെ അടിച്ചടിച്ച് തന്നെ സെറ്റാക്കണം. കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കുക, ചെവിയിൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം അതിന് 2 കളറായിട്ടിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ കോണ്ടോറാണ്. അതിന് ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ ഡുവോ 2-in-1 സ്റ്റിക്ക് അതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കോണ്ടോർ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ നോസിൻ്റെ അവിടെ പിന്നെ ചീക്കിൻ്റെ അവിടെയും അപ്ലൈ ചെയ്യാനുണ്ട്. ഞാൻ നോസ് ഇത്തിരി ചെറുതായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. കാരണം വട്ടം മുഖമായത് കാരണം കുഞ്ഞി നോസാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബട്ടൺ നോസാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വട്ടം വരച്ച് കൊടുക്കണം കേട്ടോ മൂക്കിൻ്റെ ടിപ്പിലായിട്ട്. പിന്നെ ചീക്സിൻ്റെ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. കാരണം ഇത് വരച്ച് വെച്ചേക്കണതായിട്ട് തോന്നരുത്. അതുകൊണ്ട് നല്ല രീതിയിൽ ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മളങ്ങനെ വരച്ച പാടോ കാര്യങ്ങളോ ഒന്നും കാണരുത്. അങ്ങനെ ഇപ്പോൾ മൂക്കിൻ്റെ അവിടെയും ചീക്സിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. നല്ല രീതിയിലും ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അടുത്ത ഞാൻ ലാക്മേയുടെ പൗഡർ വെച്ചിട്ട് ഫേസ് മുഴുവൻ സെറ്റ് ചെയ്ത് കൊടുക്കണേണ്ട. ഇതൊരു റോസ് ടിൻ്റുള്ള പൗഡറാണ് കേട്ടോ, ബനാന പൗഡറല്ല. നമ്മുടെ മെയിൻ വേർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തായാലും കുറേ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം എൻ്റെ മൂക്കിൻ്റെ അവിടെയും ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് വേർപ്പ് വരാറുണ്ട് സാധാരണ. ഒന്നുമില്ല ഗൈസ്, മേക്കപ്പ് ചെയ്യണതിൻ്റെ ഇടയിൽ ഒന്ന് ഞെട്ടിയതാണ്, ആരും അപ്പുറത്ത് വന്ന്. അതാണ്. നെക്സ്റ്റ് ഐബ്രോസ് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കണേണ്ട. എൻ്റെ ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറെ റേസർ വെച്ചിട്ടൊന്നും ഞാൻ ഷേപ്പ് ചെയ്തിട്ടും ഉണ്ടായില്ല. അത് കാരണം അത്ര ഭംഗിയായിട്ടല്ല ഇരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നോട് സ്വിസ് ബ്യൂട്ടിയുടെ ഷേപ്പ് മൈ ബ്രോസ് എന്ന് പറഞ്ഞ പാലറ്റ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നല്ല ഒരു അടിപൊളി പാലറ്റാണ്. നെക്സ്റ്റ് ഐഷാഡോ ആണ്. ഐഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐഷാഡോ പാലറ്റാണ് എടുക്കണേ. അതിൽ നിന്ന് ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഐസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ആ ഒരു പിഗ്മെൻ്റ് എത്തണ വരെ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. എനിക്ക് അധികം ഡാർക്ക് ആവാൻ വേണ്ട, എന്നാൽ അത്ര ലൈറ്റ് ആവാൻ വേണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ 2 കണ്ണിലും ഐഷാഡോ ഇട്ട് കൊടുക്കണുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് അതേ സെയിം ഐഷാഡോ വെച്ചിട്ട് ഞാൻ താഴെയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി എടുത്തിട്ട് അതും ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് നല്ലൊരു ഷിമ്മർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു പിങ്ക്
ഷെയ്ഡിലുള്ളതാണ് കേട്ടോ. അത് ബ്രൗൺ ഐ ഷാഡോ ഇട്ടാൽ അതേ സെയിം വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ 2 ഐ ഷാഡോയും കൂടി സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നീറ്റ് ഫിനിഷിന് വേണ്ടിയിട്ട്. ഐലൈനറിന് ഞാനിവിടെ എടുത്തേക്കുന്ന ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനറാണ്. നമ്മുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന ഒരു ഐലൈനറാണ് ഇത്. ഇത് മതി നമുക്ക് ഐലൈനർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അഫോർഡബിൾ റേഞ്ചിലാണിത്. അപ്പോൾ കണ്ണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഇനി തെറ്റിയാൽ മൊത്തത്തിൽ പണി പാടും. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് വേണം കണ്ണെഴുതാനായിട്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതും കണ്ണെഴുതുമ്പോഴെല്ലാം കൂടി അപ്പം എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല വീഡിയോ. അതാണ് ഈ കാണുന്നത് ഇടയ്ക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുന്നത്. കണ്ണ് രണ്ടും സെറ്റായ പിന്നെ ആ ഒരു ലുക്ക് മൊത്തത്തിൽ സെറ്റാവും. പിന്നെ ഞാൻ പൊട്ടും കൂടി തൊട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പൊട്ട് തൊട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണ്ടേ എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മസ്കാരയാണ് കേട്ടോ. ഞാനിവിടെ മേബലിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു മസ്കാരയാണ്. നല്ല രീതിയിൽ നമ്മുടെ ഐലാഷ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഐലൈനർ ഉണങ്ങുന്നതിന് മുമ്പേ എടുത്തങ്ങോട്ട് മസ്കാര അപ്ലൈ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. ഐലൈനർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാൻ ചാൻസ് ഉണ്ട്. ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള മസ്കാര അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഒരിക്കലും മറക്കരുത്. ഞാൻ ഇടയ്ക്ക് മറന്നു പോകും. ചിലപ്പോൾ ഉണങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഞാൻ മസ്കാരയുടെ കാര്യം മറന്നു പോകാറുണ്ട്. താഴെയും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. അതിൻ്റെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ഈ വീഡിയോയിൽ താഴെ അപ്ലൈ ചെയ്യാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണിത്. കണ്ണി കുത്തിക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണ് ബ്ലഷ്. ബ്ലഷിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷുഗറിൻ്റെ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബ്ലഷാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫേസിൽ അധികം കാണിക്കുന്നില്ല. ബ്ലഷ് എന്ന് പറയുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് എടുത്ത് നിൽക്കണമല്ലോ. അധികം എടുത്ത് നിൽക്കണ്ട, എന്നാലും കുറച്ച് വേണം. ഇത് ഇത്തിരി ആഷിയായി പോയി എന്നൊരു ഡൗട്ട്. അത് കാരണം ഞാൻ രണ്ടാമത് വേറൊരു ബ്ലഷും കൂടി എടുത്ത്. ഇത് മിസ് ക്ലെയറിൻ്റെ ബ്ലഷാണ്. ഇത് നല്ല ബ്ലഷാണ്. പക്ഷെ കുറച്ചെടുക്കണം. കുറേ എടുത്ത് അപ്ലൈ ചെയ്താൽ മുഖത്ത് ഒരുമാതിരി ക്ലൗൺ ഫേസ് കിട്ടും. അത് കാരണമാണ് കുറച്ചെടുത്തിട്ട് നമ്മൾ അവിടെ എല്ലായിടത്തും കവിളിലും താടിക്കും മൂക്കിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ചിരിച്ചൊക്കെ നോക്കുക എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ നമ്മുടെ ഹൈലൈറ്റിംഗ് സ്റ്റിക്കാണ്. ഇവിടെ ഞാൻ മറ്റേ സെയിം കോണ്ടോർ ചെയ്യാനെടുത്ത ഇൻസൈറ്റിൻ്റെ ഡുവോ 2-in-1 സ്റ്റിക്കാണ് ഇവിടെ ഹൈലൈറ്റിങ്ങിന് എടുത്തിരിക്കുന്നത്. നോസിൻ്റെ ടിപ്പിലും പിന്നെ മൂക്കിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ ആയിട്ടും പിന്നെ ഐബ്രോ ബോണിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക, ലിപ്പിൻ്റെ അവിടെ. അപ്പോൾ നല്ലൊരു ഹൈലൈറ്റിംഗ് ആയിട്ട് ഇരിക്കട്ടെ എല്ലാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ലിപ്പ് ലൈനറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാഴ്സിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ഡീപ്പ് ഡോൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണതിന് മുന്നേ എന്തായാലും ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യണം. എന്നാലാണ് ആ ഒരു ഡെഫിനിഷൻ കിട്ടുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈക്കയുടെ നെയിൽ ഡെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ആദ്യം എനിക്ക് ഇതെനിക്ക് ചേരില്ല എന്ന്, പിന്നെ ലിപ്പ് ലൈനറും കൂടി ഇട്ട കാരണം എനിക്ക് നല്ലോണം ചേരുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫിക്സിങ് സ്പ്രേ. അതും കൂടി അടിച്ച് കഴിഞ്ഞാൽ സെറ്റ് കഴിഞ്ഞ് നമ്മുടെ മേക്കപ്പ്. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള മേക്കപ്പ് അല്ലേ ഗൈസ് ഇത്. നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ. എനിക്കിഷ്ടപ്പെട്ട്. ഇനി കുറച്ച് പട്ടി ഷോ ആയാലോ. ഈ ഷോട്ടൊക്കെ ഞാൻ ക്യാമറയിൽ എടുത്തേക്കണുണ്ട്. കുഴപ്പമില്ല, ക്യാമറയിലാണെങ്കിലും അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഫിൽറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വേറെ ഫിൽറ്റർ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നാച്ചുറൽ ലൈറ്റിങ്ങിൽ തന്നെയാണ് നിങ്ങൾ കാണുന്നത് ക്യാമറയിൽ കൂടെ കേട്ടോ. ഈ ഷോട്ടൊക്കെ ഞാൻ എൻ്റെ ഫോണിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ഓൾറെഡി ഒരു ഫിൽറ്ററൊക്കെ ഉണ്ടാവുമല്ലോ ക്യാമറയിൽ തന്നെ. ഫ്രണ്ട് ക്യാമറ എന്തായാലും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ. ഇത്രയും കളറൊന്നും എനിക്കില്ല ഗൈസ്. ഈ ഫോണിൻ്റെ പ്രശ്നമാണ്. ഫോണിനെ വെളുപ്പിച്ചാലേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഇത്ര കളറൊന്നും ഇല്ല. കുഴപ്പമില്ല. കുറച്ചൊരു ഇതായിട്ടുള്ളതുണ്ട്. ഫിൽറ്റേർഡ് ആയിട്ടുള്ളൊരു ലുക്ക് ഉണ്ട്. കുറച്ച് പാട് കാര്യങ്ങളൊന്നും അധികം കാണുന്നില്ലല്ലോ ഫേസിൽ. ഉള്ള അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ തന്നെ പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയട്ടെ. കാരണം എന്നാലാണ് എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്കതും വീഡിയോ ആക്കി ചെയ്യാം.